ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങളും ഇവിടെ വീട്ടിലിരിക്കുക തന്നെയാണ്. അപ്പം വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കുറച്ച് റെസിപ്പീസും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനും. അപ്പോൾ ശരി, നമുക്കെന്നാൽ ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പാൽപ്പത്തിരിയാണ്. ഇന്നലെ ഞാൻ ആ വീഡിയോ സിംഗിൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പാൽപ്പത്തിരിയുടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഇതുപോലത്തെ പരിപാടികളൊക്കെ കുറേ ബാക്കിയുണ്ടായിരുന്നു. പാക്കറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ടിന്നിലിട്ട് വെക്കുന്ന പരിപാടികൾ. ഇത് സൺഫ്ലവർ സീഡാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പൊതുവേ ബേക്കറി സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറിക്കാനൊന്നും സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ച് തരാറില്ല. ചിപ്സോ ജ്യൂസോ ക്യാൻഡ് ജ്യൂസോ ഒന്നും വാങ്ങിക്കാറില്ല. പുറത്ത് പോകുമ്പം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുന്നല്ലാണ്ട് വീട്ടിലേക്ക് വാങ്ങിച്ച് വയ്ക്കാറില്ല. അപ്പം ഇതുപോലെ നട്ട്സും ഈത്തപ്പഴവും ഇങ്ങനെ സൺഫ്ലവർ സീഡൊക്കെയാണ് വാങ്ങിച്ച് വയ്ക്കാറ്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ കുറേ ദിവസമായിട്ട് നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വെള്ള അവലും കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് ബദാമോ കടല എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ടിന്നിലിട്ട് വെക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കുറിക്കണമെന്ന് തോന്നുമ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. ചിലർ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ കഴിക്കുന്നത്. പിന്നെ പെട്ടെന്ന് കഴിച്ച് തീർക്കണം കേട്ടോ. ഒരു 3-4 ദിവസത്തിൻ്റെ അകത്ത് തന്നെ നമ്മളിതിങ്ങനെ കഴിച്ച് തീർക്കണം. ഇവിടെ പിന്നെ എല്ലാവരും ഇങ്ങനെ കുറേശ്ശെ കയ്യിൽ ഇങ്ങനെ ഒരു പിടിയോളം വാരി കഴിക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ ഞാനത് ആ പണിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഉച്ചത്തേക്കുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസാണ്. ഇത് നമ്മുടെ മൈക്രോഗ്രീൻസ്. അപ്പോൾ ഞാൻ 2ാമത്തെ തവണ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ തവണ കേട്ടോ മൈക്രോഗ്രീൻസ് എടുക്കുന്നത്. 2ാമത്തെ തവണ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ചെറുപയറും ഉണ്ട്, കുറച്ച് നമ്മൾ ഉപ്പേരിയുടെ പയറും മുളച്ചതുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്രോഗ്രീൻസ് ഇപ്പോൾ 3ാമത്തെ തവണ അത് ഉണ്ടാക്കുന്നത്. ഇതോട് കൂട്ടിയിട്ട് കഴിഞ്ഞു. ഞാൻ പിന്നെ 2ാമത്തെ ബാച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് മല്ലിയില നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ ബാച്ചാട്ടോ. അത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ആ മണ്ണിൽ തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഞാൻ പാകിയിട്ടുണ്ട്. കാരണം ഇത് വളരെ സിമ്പിളാണ്. ഒരു നേരത്തെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന പയറ് മതി ഇത്രയും മൈക്രോഗ്രീൻസൊക്കെ ഉണ്ടാവാൻ. അപ്പോൾ എന്തുകൊണ്ടും ഹെൽത്തിയുമാണ്. നമുക്ക് കുറേ ദിവസത്തേക്ക് ഉപ്പേരി നമ്മൾ മുറ്റത്ത് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞ പോലെ വീട്ടിലെ ബാൽക്കണിയിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നല്ലൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറേ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ചമ്മന്തിയുടെ റെസിപ്പി. അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്ക് കുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോപ്കോൺ ഉണ്ടാക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു സംഭവം. അപ്പം ഒരു പാന് ചൂടാക്കിയിട്ട് പഴയ പാൻ എടുക്കുക കേട്ടോ. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കോണിട്ട് കൊടുക്കുക. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം. കോണിട്ട് കൊടുത്ത ശേഷം അപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് അടച്ച് വെക്കണം കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് വേണം ഈ കോണിട്ട് കൊടുക്കാൻ. എന്നിട്ട് പെട്ടെന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ ഇത് പോപ്കോൺ ആയി വരും. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക. വല്ലാണ്ട് ലോ ആക്കരുത്, വല്ലാണ്ട് ഹൈയും ആക്കരുത്. കാരണം ഹൈ ആക്കിയിട്ടുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ആക്കിയിട്ടുണ്ടെങ്കിലും കുറേ നേരം വെച്ചാൽ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പൊട്ടിച്ചെടുക്കുക. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. പിന്നെ പാൻ യൂസ് ചെയ്യുമ്പം പഴയ പാൻ എടുക്കുക. കാരണം പോപ്കോൺ ഉണ്ടാക്കിയ ശേഷം ആ ഒരു പാനിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊരു എന്താ പറയുക, ഒരു റഫായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പഴയ പാൻ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് മക്കൾക്ക് പോപ്കോണാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് സ്നാക്കിന് പകരം. ഇപ്പോൾ വീട്ടിലെല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് മക്കളൊക്കെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ ടൈം കിച്ചണിൽ തന്നെയാണ് മക്കളും ഹസ്ബൻഡും ഒക്കെ ഉള്ളതുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹസ്ബൻഡിന് ലീവില്ല കേട്ടോ. ഹസ്ബൻഡ് ഹോസ്പിറ്റൽ റിലേറ്റഡ് വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് ലീവൊന്നുമില്ല. കൂടുതൽ സമയം ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോൾ.
അപ്പോൾ നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിക്കവാറും എല്ലാവർക്കും അറിയുന്നുണ്ടാകും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. ഒരു പാക്കിന് 5 ദിറംസൊക്കെ ഉള്ളൂ. ആ ഒരു 5 ദിറംസിൻ്റെ പാക്ക് കൊണ്ട് നമുക്ക് ഒരുപാട് നേരത്തേക്ക് പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ഒരു നമ്മൾ പോപ്കോണിൻ്റെ ഇതുപോലത്തെ ഒരു പാത്രം വാങ്ങിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു എഫക്റ്റും കിട്ടും. അപ്പോൾ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയാം, എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മക്കളൊക്കെ പോപ്കോണും കഴിച്ച് ഇതുപോലെ പതിവ് പോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ മുമ്പിലും ടി വിയുടെ മുമ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഉപ്പേരിക്കായിട്ടുള്ള നമ്മുടെ മൈക്രോഗ്രീൻസ് അരിയാട്ടോ. മൈക്രോഗ്രീൻസ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഞാൻ പയറിലെ തോരൻ അല്ലെങ്കിൽ പയറിലെ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മൈക്രോഗ്രീൻസ് വെച്ച് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ സാധാ പയറിൻ്റെ ഇല കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് മൂത്ത പയറാണല്ലോ, മൂത്ത ഇലയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വേവിക്കേണ്ടി വരും. ഇത് ഒരു മിനിറ്റ് പോലും വേവിക്കേണ്ട ആവശ്യമില്ല, അത്ര മതിയാകും. അപ്പോൾ അതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ ഒരു പിടി തേങ്ങയും സവോളയുടെ ചെറിയൊരു കഷ്ണം, ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കുക, ചമ്മന്തിയുടെ പരുവത്തിൽ ചതച്ചെടുക്കുക. എന്നിട്ടൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ കുറച്ച് മാത്രം മതി. എന്നിട്ട് ആ ഓയിലിലേക്ക് നമുക്ക് ഈ മൈക്രോഗ്രീൻസ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു മിനിറ്റ് പോലും ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കുക്കാവും. കാരണം ഇലയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പം നോക്കുക, കുറച്ച് മാത്രം മതിയാവും. കാരണം നമ്മളിത് വഴറ്റിയെടുക്കുമ്പോഴേക്കും കണ്ടില്ലേ, നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു സമയത്തുള്ള മൈക്രോഗ്രീൻസ് ഇല്ല. നമ്മൾ കുറച്ച് നേരം വഴറ്റിയെടുക്കുമ്പോൾ അത് ചെറുതായിട്ട് വരും. അപ്പോൾ ഒരു മിനിറ്റ് വഴറ്റിയെടുത്താൽ തന്നെ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം ഇല വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ അതാ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചമ്മന്തി നമ്മൾ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചമ്മന്തിയിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, ഇലയിലേക്കാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടച്ച് വയ്ക്കാം, അത്രയേ ഉള്ളൂ. നമ്മുടെ മൈക്രോഗ്രീൻസ് ചമ്മന്തി അല്ലെങ്കിൽ പയറില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇതുപോലെ മൈക്രോഗ്രീൻസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നേരത്തുള്ള ഉപ്പേരിയൊക്കെ നമുക്കിതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാൻ ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കുന്നത് ചോറിലേക്കുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് 450 ഗ്രാമിൻ്റെ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2 പീസ്, അത്രയും പീസ് എടുക്കുന്നുള്ളൂ കേട്ടോ ഈ ഒരു ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. 450 ഗ്രാമിൽ നിന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ചിക്കനിപ്പം നമുക്ക് എത്ര പേർക്ക് കഴിക്കാനുണ്ടാവും. ഒരു 4 പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാനുണ്ടാവും. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയും അങ്ങനെയാണ്, ഞാൻ കാണിക്കാം. കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഡിഷാണ്. നമ്മളിവിടെ സ്പൈസി ആയിട്ടുള്ളത് ഉണ്ടാക്കാറില്ല, പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിഷ് നല്ല സ്പൈസി ആയിട്ടുണ്ടാകുമ്പം നമ്മൾ കുറേശ്ശേ കഴിക്കുള്ളൂ. ഓരോ ചിക്കൻ്റെ പീസിലും നന്നായിട്ട് മസാല കോട്ടഡായി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് കഴിച്ചാൽ മതിയാകും. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരുപാട് ഫുഡ് ഇങ്ങനെ കഴിക്കുന്നതും ശരിയല്ലല്ലോ. കാരണം ലോക്ക്ഡൗൺ ആണ്, എല്ലാതും ക്ലോസ്ഡ് ആണ്. അപ്പം എല്ലാം മിതമായി കഴിക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലത്. അപ്പോൾ ഇതുപോലെ ചിക്കൻ സ്ട്രിപ്സായിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക, ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതാ ഇത്രയുമാണ് നമ്മളിപ്പം എടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിൽ മാരിനേഷൻ ചെയ്ത് കൊടുക്കുന്നത് സോയ സോസ് വെച്ചിട്ട് മാത്രമാണ്, വേറെ ഒന്നും ചേർക്കുന്നില്ല. ഉപ്പും ചേർക്കണ്ട കേട്ടോ. ഉപ്പ് ചേർക്കേണ്ടെന്ന് പറയാൻ കാരണം സോയ സോസിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വേറെ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട, ഇത് മാത്രം മതി. ഇതൊരു 1-2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ലൈറ്റ് സോയ സോസാണ്. ഡാർക്ക് സോയ സോസാണ് നിങ്ങളെടുത്തുള്ളതെങ്കിൽ ഇത്രയും ചേർക്കണ്ട കേട്ടോ, അപ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം വരും. എന്നിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളർ ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. അതായത് ഉണക്കമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, പൊടിച്ചെടുത്തതല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതൊരു 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ക്രഷ്ഡ് ചില്ലിയും വെളുത്തുള്ളിയുടെ ഫ്ലേവറും അതുപോലെ പച്ചമുളകിൻ്റെ ഫ്ലേവറും ഒക്കെ ഇതിൽ നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഇനിയും ചേർക്കാനുണ്ട്, ഇപ്പം നമ്മൾ 1 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ കാശ്മീരി ചില്ലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൊതുവേ കുറച്ച് നമ്മളിവിടെ സ്പൈസി കുറവുള്ളതാണ് കഴിക്കാറ്. അപ്പം ഇതിപ്പം ഞങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പം എരിവൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയാണ് ഇതിൽ മല്ലിപ്പൊടി ഫസ്റ്റ് തന്നെ ഒരുപാട് ചേർക്കണ്ട, വഴറ്റിയെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പില്ലാന്ന് കണ്ടാൽ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില അതും കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ചെറിയ പീസ് ചിക്കൻ്റെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആകും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം വഴറ്റിയൊന്നും എടുക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ചേർത്ത മസാലയൊക്കെ ഓരോ ചിക്കൻ്റെ പീസിലും നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിൽ ആയി വരണം. ഇതുപോലെ എണ്ണ തെളിയുന്ന രീതിയിൽ വേണം, എന്നാലേ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഏകദേശം മസാലയുടെ ആ ഒരു കുത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് കുറച്ചുകൂടെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക, ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ചൊരു ഇതുണ്ട്, എന്നാലും അങ്ങനെയാണ് ടേസ്റ്റ്. വല്ലാണ്ട് ഡ്രൈ ആക്കണ്ട. ഓരോ ചിക്കനിലും ആ ഒരു മസാല ഫ്ലേവർ നന്നായിട്ട് പിടിച്ചിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഈ ഒരു ചിക്കൻ ഡിഷിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതുപോലെ തന്നെ ഭയങ്കര ഫ്ലേവർഫുള്ളാണ്. ഓരോ ചിക്കൻ പീസിലും ഭയങ്കരമായിട്ട് മസാല കോട്ടഡ് ആയതുകൊണ്ട് എന്താ പറയുക, ഓരോ ചിക്കൻ കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് നമുക്ക് വായിൽ എന്തായാലും ഉണ്ടാകും. അത്രയും ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് ചിക്കൻ മതിയാവുമല്ലോ. പിന്നെ ഞാൻ തൈര് കറിയാണ് ഉണ്ടാക്കിയുള്ളത്. പിന്നെ നമ്മുടെ ഉപ്പേരിയുണ്ട് ചോറിലേക്ക്. അപ്പോൾ ഇന്ന് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ്. ചോറും തൈര് കറിയും നമ്മുടെ മൈക്രോഗ്രീൻസ് തോരൻ അല്ലെങ്കിൽ ചമ്മന്തിയും പിന്നെ നമ്മുടെ സ്പൈസി ചിക്കനും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഊണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ 2 റെസിപ്പീസും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. ഇപ്പം തന്നെ ട്രൈ ചെയ്യണം എന്നല്ല കേട്ടോ പറയുന്നത്. ഇപ്പം എല്ലാവർക്കും സാധനങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് അറിയാം. എന്നാലും പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരും സേഫായിട്ടിരിക്കുക. ഭക്ഷണ സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഷോപ്പിങ്ങിനൊന്നും എപ്പോഴും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മിതമായിട്ട് തന്നെ എല്ലാവരും യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക, എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്